ഇതെന്താണെന്നറിയോ? ഒട്ടകപക്ഷിയുടെ മുട്ടയാ. നമ്മുടെ സാധാരണ കോഴിമുട്ട ഒരു 24 കോഴിമുട്ടയുടെ വലുപ്പം, ഒരു 2-2.5 കിലോ ഉണ്ട്. ഇത് ഇവിടുത്തെ ഗ്രാമങ്ങളിലൊക്കെ വന്ന് മുട്ടയിട്ട് അവർ പൊന്തിക്കിരിക്കുന്നു. സാധാരണ 2 ദിവസം കൂടുമ്പോൾ ഒരു മുട്ടയിടും. ഏകദേശം 40-50ഓളം മുട്ടയിടുന്നതാണ് വെപ്പ്. പക്ഷേ ഇത് എടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ കാലുകൊണ്ട് നമ്മളെ തൊഴിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് തന്നെ പെരുമാറണം. ഒട്ടകപക്ഷികൾ 1.5 വയസ്സിനും 2 വയസ്സിനിടയിൽ ഈ ആൺ ഒട്ടകപക്ഷികൾ കറുത്തതായി തീരും. ഇതുപോലെ പെൺപക്ഷികൾ അവരുടെ ആ തവിട്ട് നിറത്തിൽ തന്നെ നിൽക്കും. അപ്പോൾ ഇതൊരു ആൺ ഒട്ടകപക്ഷിയാണ്. നമ്മളൊക്കെ വളരെ സ്നേഹത്തിൽ വന്നതാണ്. എപ്പോഴും കൊത്തുകിട്ടാന്ന് അറിയാത്തത് കൊണ്ടാണ് ഞാൻ ആ പരിസരത്ത് നിൽക്കാത്തത്. ശരി സാറേ, ആ ചേട്ടനെ പിടിച്ചു. ഇതിപ്പോ ഒരു 200-250 കിലോ ഉണ്ട് ചേട്ടൻ. 2.5 വയസ്സുണ്ട്. ചേട്ടാ ഇതൊരു ഫാമിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഒട്ടകപക്ഷി ഏകദേശം ഒരു 8-10 മാസം കൊണ്ട് 200-250 കിലോ വരും. അപ്പോൾ 1 കിലോ ഒട്ടകപക്ഷിയുടെ ഇറച്ചിക്ക് 2000 മുതൽ ഒരു 2500 രൂപ വരെ വില കിട്ടും. പ്രധാനമായിട്ട് ഇവിടുത്തെ ആൾക്കാർക്ക് ടൂറിസ്റ്റുകളൊക്കെ വരുമ്പോൾ കഴിക്കാൻ കൊടുക്കുന്നു. അപ്പോൾ അതൊരു വ്യവസായ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു ഫാമിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ ഫാമിൽ തന്നെ ഒരു 10,000-2,500 ഒട്ടകപക്ഷികളുണ്ട്. ഓരോ ഒട്ടകപക്ഷിയും ഏകദേശം ഒരു 2 ദിവസം കൂടുമ്പോൾ ഒരു മുട്ട വീതമെന്ന് പറയണേ. 50ഓളത്തോളം മുട്ട ഒരു പീരീഡിൽ ഒരു ഒട്ടകപക്ഷി ഇടും, പിന്നെ അടയിരിക്കും. അതാണ് സാധാരണയുള്ള പതിവ്. ഇവിടെ 2 തരം ഒട്ടകപക്ഷിയാണുള്ളത്. ഈ പിങ്ക് കളറിൽ കഴുത്തുള്ളത് മസായി ഓസ്ട്രിച്ച്, മസായി ഒട്ടകപക്ഷി. പിന്നെയുള്ളത് സൊമാലിയൻ ഒട്ടകപക്ഷി. അതിൻ്റെ കഴുത്ത് നീല നിറമായിരിക്കും. ഇത്ര ഈ ഒട്ടകപക്ഷി ഒരിക്കലും പറക്കില്ല എന്ന് നമുക്കറിയാം. ഇവരുടെ ആയുധം കാലാണ്. ഈ കാല് കൊണ്ടൊരു തൊഴി കിട്ടിയാണ്ടല്ലോ ഭയങ്കര വേദനയാണ്. ഇവിടെ കാണുന്ന ഈ മുൾച്ചെടി ഉണ്ടല്ലോ, ആഫ്രിക്കൻ കാടുകളിൽ സാധാരണയായിട്ട് ധാരാളമായി കാണുന്ന മുൾച്ചെടിയാണ്. നല്ല കൂർത്ത മുള്ളുകൾ, ചെറിയ ഇലകളോട് മുൾച്ചെടികളാണ്. മഴ അധികം ഇല്ലാത്ത സ്ഥലത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയാണ് ഈ മുൾച്ചെടി എന്നുള്ളത്. ജിറാഫുകളിലേക്ക് ഏറ്റവും പ്രിയങ്കരമായ ഭക്ഷണമാണ് ഈ മുൾച്ചെടി. അതുപോലെ തന്നെ മാനുകളുടെ. ഇന്നത്തെ നമ്മുടെ യാത്ര കെനിയയുടെ വ്യത്യസ്ത ഭൂപ്രദേശമായ മൗണ്ട് കെനിയൻ റീജിയനിലേക്കാണ്. കോയമ്പത്തൂർ CMI പ്രേക്ഷിത പ്രൊവിൻസിൽ നിന്ന് വന്ന മിഷണറി വൈദികരുടെ ആഫ്രിക്കൻ മിഷൻ അനുഭവങ്ങൾ കണ്ടറിയാനാണ്. മൗണ്ട് കെനിയ എന്നുള്ളത് നമുക്കറിയാവുന്നതുപോലെ തന്നെ ഈ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ 2ാമത്തെ ഉയർന്ന സ്ഥലമാണ്. അപ്പോൾ ഇതിൻ്റെ പ്രാന്തപ്രദേശത്തുള്ള വ്യത്യസ്ത പള്ളികളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലാണ് ഞങ്ങൾ അച്ഛന്മാർ ജോലി ചെയ്യുന്നത്. CMI സഭയുടെ കോയമ്പത്തൂർ പ്രൊവിൻഷ്യയുടെ കീഴിലുള്ള കെനിയയിലുള്ള സബ് റീജിയനിലാണ് 10ഓളം അച്ഛന്മാർ ഇവിടെ സേവനം ചെയ്യുന്നത്. അതിൽ അജപാലനം, വിദ്യാഭ്യാസം, സാമൂഹ്യ സേവനം എന്നുള്ള മേഖലകളിലാണ് ഞങ്ങൾ 10 അച്ഛന്മാർ ജോലി ചെയ്യുന്നത്. ഇപ്പോൾ ഞാനും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട മൈക്കിൾ അച്ഛനും കൂടിയാണ് സാമൂഹ്യ സേവന ഓഫീസിൽ നമ്മൾ വർക്ക് ചെയ്യുന്നത്. ഈ പ്രസ്ഥാനത്തിൻ്റെ പേര് തന്നെ ബറാക്ക എന്നാണ്. ബറാക്ക എന്ന് പറഞ്ഞാൽ ബ്ലെസ്സിങ്. ഇവരുടെ ഹിസാഹലി നാഷണൽ ഭാഷയിൽ അങ്ങനെയാണ് അറിയപ്പെടുന്നത്. പ്രധാനമായിട്ട് ഇതിൻ്റെ ഒരു ഫോക്കസ് കുട്ടികളുടെ വിദ്യാഭ്യാസമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഒരു ജീവിതത്തിൻ്റെ ഒരു വലിയൊരു നന്മയായിട്ട്, നേട്ടമായിട്ട് അവർ കാണാറുണ്ട് ഈ പ്രസ്ഥാനത്തെ. അതാണ് ഒരു ഇൻഡിവിജ്വൽ ലെവലിലുള്ള
കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാനപ്പെട്ട സംഗതി. രണ്ടാമത് നമ്മൾ ഇൻഡിവിജ്വൽ ലെവലിൽ സ്പെഷ്യൽ ചിൽഡ്രൻ, വൾണറബിൾ ചിൽഡ്രൻ, അങ്ങനെ കുറേ കുട്ടികൾ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട്. അവർ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്ക് അവരുടെ ഹെൽത്ത് കവറേജ്, അതുപോലെ തന്നെ അവരുടെ ഫുഡ് ഐറ്റംസ് നമ്മൾ ഈ സ്കീം വഴി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമ്മളൊരു 675ഓളം കുടുംബങ്ങളെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് വ്യത്യസ്തമായിട്ടുള്ള ലെവലുകളിൽ. ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന ഈ സ്ഥലം തന്നെ ഒരു ട്രെയിനിങ് സെൻ്ററാണ്. ടൈലറിങ്, നിറ്റിങ്, അങ്ങനത്തെ ഉള്ള സംഗതികൾ വിമൺ അതുപോലെ തന്നെ ആണുങ്ങളും വന്ന് പഠിക്കുന്നുണ്ട്. അപ്പോൾ അത് അവരുടെ സെൽഫ് എംപ്ലോയ്മെൻറ്റിനും അതുപോലെ തന്നെ മറ്റുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനും അങ്ങനത്തെ ഈ സ്കിൽ ട്രെയിനിങ് പ്രോഗ്രാംസ് വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ ഈ നന്മകൾക്കൊക്കെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇവിടുത്തെ ജനം അതിന് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ട് നൽകുന്നുണ്ട്. കുറച്ച് ഡിഫിക്കൽട്ട് ഏരിയ ആണ് ടെറൈനൊക്കെ, അപ്പോൾ പോകാനും വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തന്നെയും ഞങ്ങൾ 10-24ഓളം വില്ലേജുകളിൽ അതുപോലെ തന്നെ സ്ലംസിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു മിഷണറിയെ സംബന്ധിച്ചിടത്തോളം ഒരു പാസ്റ്റൽ അജപാന രംഗത്ത് മാത്രമല്ല, ഈശോയുടെ സോഷ്യൽ ഫേസ് കൂടി കാണിക്കാനായിട്ടുള്ളൊരു അവസരമായിട്ട് ഈ ഒരു സാമൂഹിക സേവന മേഖല ഞങ്ങൾ തീർച്ചയായിട്ടും ജനത്തിനത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെ നമ്മളൊരു മെസ്സേജ് തീർച്ചയായിട്ടും ശക്തമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈശോയുടെ ഒരു സോഷ്യൽ ഫേസ് തന്നെയാണ് CMI സഭയുടെ ഈ സാമൂഹിക പ്രവർത്തന രംഗങ്ങളിലൂടെ ഈ ജനത്തിന് നൽകുന്നത്. അത് അവർ തീർച്ചയായിട്ടും അംഗീകരിക്കുന്നുണ്ട്. പിതാക്കന്മാരും അതുപോലെ തന്നെ ഇവിടെയുള്ള ജനം തീർച്ചയായിട്ടും നമ്മളുടെ ഈ സാമൂഹിക സേവന രംഗങ്ങളിലെ പ്രവൃത്തികളെ അവർ അംഗീകരിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും അതുപോലെ തന്നെ അതൊരു നന്മയായിട്ട് അവർ പ്രകടിപ്പിക്കാറുണ്ട്. വാഴ്ത്തപ്പെട്ട ഐറിൻ സ്റ്റെഫാനി ജ്ഞാത ജീവിച്ചിരുന്ന അതേ അതിരൂപതയിലാണ് ഞങ്ങൾ 10 CMI വൈദികർ ശുശ്രൂഷ ചെയ്യുന്നത്. ഞാൻ ഇവിടെ സാമൂഹിക രംഗത്ത് പ്രത്യേകമായിട്ട് ജോലി ചെയ്യുന്നു. എൻ്റെ സാമൂഹിക രംഗത്തിലൂടെ കുട്ടികളുടെ ഉന്നമനത്തിനായി ഞങ്ങൾ പ്രത്യേകമായിട്ട് നോക്കുന്നുണ്ട്. അവരുടെ പഠിപ്പിനും അവരുടെ ഉയർച്ചയ്ക്കും വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ രോഗികളായിരിക്കുന്നവരെ പ്രത്യേക സന്ദർശനത്തിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ഇനിയും ഒരു ജീവിതമുണ്ടെന്നും ഈശോ അവരെ സഹായിക്കുമെന്നും ഞങ്ങൾ പഠിപ്പിക്കുന്നു. സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി പ്രിസൺ മിനിസ്ട്രിയും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രിസൺ മിനിസ്ട്രിയിൽ തടവുള്ളികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി കുർബാന ചൊല്ലി പ്രാർത്ഥിക്കുകയും അതിലൂടെ അവരെ മാനസാന്തരത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഇടവക വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ നാമത്തിൽ സ്ഥാപിതമായത് 1979 ഒത്തിരിയേറെ വൈദികരും സന്യസ്തരും ഈ ഇടവകയിലേക്ക് സേവനം ചെയ്യുവാനായിട്ട് കടന്നു വന്നു. ഞാനും ഈ ഇടവകയിലേക്ക് കടന്നു വന്നപ്പോൾ ഈ അനുഭവിക്കുന്ന വിശ്വാസ ചൈതന്യം ഒരുപക്ഷെ ഈ സാധാരണ ജനങ്ങളിൽ നിന്നാണ് നമുക്ക് കൂടുതലായിട്ട് ലഭിക്കുന്നത്. പ്രത്യേകിച്ച് ഞായറാഴ്ച ദിവസങ്ങളിലെ വിശുദ്ധ ബലി എല്ലാം മറന്നുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്കായി ഓടിയണയുകയും സമയം പോലും മാറ്റിവെച്ചുകൊണ്ട് പള്ളിക്കകത്തായിരിക്കുവാനായിട്ടുള്ള അവരുടെ തീഷ്ണത, കൊച്ചുകുട്ടികൾ മുതൽ വലിയവർ വരെ അത് നമ്മെ ആവേശം കൊള്ളിക്കുന്നു. പണ്ടുണ്ടായിരുന്ന ഒരു വിശ്വാസ ചൈതന്യത്തെക്കാൾ ഉപരി ഇന്ന് നിരവധി പള്ളികളും ഓരോ പള്ളികളും അതിൻ്റേതായ ഭംഗിയിലും വലിപ്പത്തിലും നിർമ്മിക്കുക മാത്രമല്ല, ആ പള്ളി നിറഞ്ഞ് കവിഞ്ഞൊഴുകത്തക്ക രീതിയിൽ ജനസമൂഹങ്ങൾ ഒന്നു ചേരുന്നു എന്നതിൽ നമുക്ക് മനസ്സിലാക്കാം അവരുടെ വിശ്വാസ വളർച്ച. ഈ ഇടവകയോടനുബന്ധിച്ച് ഒരു വിദ്യാലയം നടത്തുന്നുണ്ട്. ഒത്തിരിയേറെ കുഞ്ഞുമക്കൾ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ
അടിസ്ഥാനത്തിൽ മാത്രമല്ല, മറിച്ച് മറ്റുള്ള വിശ്വാസികൾ പോലും നമ്മുടെ വിദ്യാലയത്തിൽ വന്ന് വിദ്യ നേടുന്നു എന്നുള്ളത് വലിയൊരു സന്തോഷം നമ്മെ ഉളവാക്കുന്നു. ഓരോ മാതാപിതാക്കളും അവരാഗ്രഹിക്കുന്നത് ക്രൈസ്തവ വിദ്യാലയങ്ങളിൽ തങ്ങളുടെ മക്കൾ പഠിക്കുക എന്നുള്ളതാണ്. വിശുദ്ധരെക്കുറിച്ചും ബൈബിളിൻ്റെ ആഴങ്ങളിലേക്കും വൈദികരും സന്യസ്തരും അധ്യാപകരും അവരെ നയിക്കുമ്പോൾ ഒത്തിരിയേറെ വിശ്വാസ ചൈതന്യത്തിലേക്ക് വളർന്നു വരുവാൻ പിഞ്ചു കുഞ്ഞുങ്ങൾക്കും സാധ്യമാകുന്നു. ഈ കെനിയൻ മിഷനിലേക്ക് കടന്നു വരുവാനും ചുരുങ്ങിയത് ഒരു 10 വർഷത്തോളം ഈ മണ്ണിൽ സേവനം ചെയ്യുവാനും പല മേഖലകളിലെ സേവനം ചെയ്യുവാനും അവസരം ലഭിച്ചു എന്നുള്ളത് വലിയൊരു സന്തോഷമായിട്ട് ഞാൻ കരുതുകയാണ്. സാമൂഹിക സേവന രംഗങ്ങളിലും വിദ്യാലയ രംഗങ്ങളിലും അതുപോലെ തന്നെ സഭയുടെ വളർച്ചയെ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളിലും ഒരു മിഷനറിയായി തീരുവാനായിട്ട് സാധിച്ചു എന്നുള്ളത് ഈശ്വരനോട് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ഒപ്പം എനിക്ക് തന്ന എല്ലാ സേവനങ്ങൾക്കും അതോടൊപ്പം തന്നെ സഹകരണങ്ങൾക്കും ഒത്തിരിയേറെ ഞാൻ കടപ്പെട്ടിരിക്കുകയാണ്. ഓരോ പ്രാർത്ഥനയിലും ഓരോ പ്രവൃത്തിയിലും ഈശോയായി മാറുവാൻ, ഈശോയെ കൊടുക്കുവാൻ പ്രത്യേകമായിട്ട് എന്നെ തന്നെ രൂപപ്പെടുത്തണമേ എന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുകയാണ്. ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചെറിയ ചെറിയ ഉപകാരങ്ങൾ മറ്റുള്ളവർക്കായി കൊടുക്കുവാൻ നല്ലവനായ തമ്പുരാൻ എന്നെ, എൻ്റെ കൂടെയുള്ളവരെയും ഈ മിഷൻ രംഗങ്ങളിൽ ജോലി ചെയ്യുന്ന എല്ലാ മിഷനറി വൈദികരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതിനായിട്ട് സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. തൻ്റെ വിളിയെ തിരിച്ചറിഞ്ഞ് സന്യാസ മൂല്യങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കുന്ന മിഷൻ പ്രവർത്തനത്തിന് ഇറങ്ങിത്തിരിക്കുന്ന ഒത്തിരിയധികം മക്കളെ നമുക്ക് കാണാവുന്നതാണ്. കെനിയയെ സംബന്ധിച്ചിടത്തോളം, കർമ്മലീത്ത സഭയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഞങ്ങൾക്ക് വളരെ സന്തോഷകരമായ ഒരു സുദിനമാണ്. പ്രത്യേകിച്ച് ഈ വർഷം 40 വർഷം പിന്നിടുന്ന ഓർമ്മ ഞങ്ങൾ ആചരിക്കുമ്പോൾ കെനിയ എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് തന്നെ ഒത്തിരിയധികം ദൈവവിളിയെ പരിപോഷിപ്പിക്കുവാൻ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. ഒരു മിഷൻ പ്രവർത്തനത്തിൻ്റെ വിജയമെന്ന് പറയുന്നത് ആ മിഷൻ പ്രവർത്തനം ചെയ്യുന്ന സ്ഥലത്തു നിന്ന് തന്നെ ദൈവവിളികൾ കണ്ടെത്തി പരിപോഷിപ്പിച്ച് കൂദാശകൾ പരികർമ്മം ചെയ്യുവാനും സാമൂഹിക സേവനത്തിലൂടെ ഒത്തിരിയധികം മക്കളിലേക്ക് ദൈവത്തിൻ്റെ പ്രതിച്ഛായ പകർന്നു നൽകുവാനും സാധിക്കുക എന്നുള്ളത് തന്നെയാണ്. അതിൽ ഞങ്ങൾ വിജയിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ ഞങ്ങൾക്ക് പറയാം. കാരണം 10ഓളം വൈദികരും 40ഓളം സഹോദരന്മാരും ഇന്ന് ദൈവവിളി സ്വീകരിച്ച് കെനിയയിൽ നിന്ന് തന്നെ തൻ്റെ വിളി തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവവിളിക്ക് പ്രത്യുത്തരം നൽകിക്കൊണ്ട് ദൈവവചനം പ്രഘോഷിച്ചുകൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങളുടെ കർമ്മലീത്ത സഭയുടെ വിജയമാണ്. അതുകൊണ്ട് ഈ 40 വർഷം ആചരിക്കുന്ന ഈ വേളയിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവവിളി എന്ന് പറയുന്ന മേഖലയിൽ പ്രവർത്തിക്കുവാൻ പ്രത്യേകിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ലഭിച്ചതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇനിയും ഒത്തിരിയധികം ദൈവവിളികൾ നമുക്ക് കെനിയയ്ക്ക് ആവശ്യമാണ്. വൈദികരുടെ അഭാവം മൂലം ഇവിടേക്ക് കടന്നു വരുമ്പോൾ ഒത്തിരിയധികം ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ചിട്ട് തന്നെയാണ് ഓരോ മിഷണറിമാരും തങ്ങളുടെ ജീവിതം കടന്നു പോകുന്നത്. അവർക്ക് ആശ്രയവും അത്താണിയും ദൈവം തന്നെയാണ്. ഒറ്റപ്പെടുന്ന മേഖലകളിൽ, ആരോരുമില്ലാത്ത അവസ്ഥകളിൽ, കണ്ണീരിൻ്റെ കഷ്ടപ്പാടിൻ്റെ ബുദ്ധിമുട്ടിൻ്റെ അവസ്ഥകളിൽ പോലും അവർക്ക് അത്താണിയും ആശ്രയവും എന്ന് പറയുന്നത് ദൈവം തന്നെയാണ്.
ഈ മേഖലകളിലെല്ലാം അവർ കണ്ടെത്തുന്നതും അവർ ആശ്രയിക്കുന്നതുമായ ദൈവം തന്നെ ഈ മേഖലയിൽ നിന്നും ഈ ആഫ്രിക്കയിൽ നിന്നും തന്നെ ദൈവവിളി നൽകിക്കൊണ്ട് പരിപോഷിപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷത്തിൻ്റെ ഒരു സുദിനമാണ്. 40 വർഷം പിന്നിടുമ്പോൾ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരിലൂടെ പകർന്നു നൽകിയ ഒത്തിരിയധികം മൂല്യങ്ങൾ പകർന്നു നൽകിയ ഈ ജീവിതത്തിൽ ഞങ്ങൾക്കും വിജയം കണ്ടെത്തുവാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഈ ദൈവവിളി. 10ഓളം വൈദികരും 40ഓളം സന്യാസ സഹോദരന്മാരും നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നത്. അതുകൊണ്ട് ഇനിയും ദൈവവിളിക്കായി പ്രാർത്ഥിക്കുക. ഒത്തിരിയധികം മക്കൾ കെനിയയിൽ നിന്ന് തന്നെ ദൈവവിളി സ്വീകരിച്ചുകൊണ്ട് വചനം പ്രഘോഷിക്കുവാനും കൂദാശകൾ പരികർമ്മം ചെയ്തുകൊണ്ട് തങ്ങളുടെ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സേവനം ചെയ്യുന്നതിനായിട്ടുള്ള മക്കളെ വാർത്തെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ ഇനിയും പ്രാർത്ഥിക്കുക. എൻ്റെ പേര് ജോയ് ചിറയത്ത്, CMI സഭയിലെ അംഗമാണ്. കഴിഞ്ഞ 13 വർഷത്തോളമായിട്ട് ഞാൻ കെനിയയിലെ മക്കൾക്ക് വേണ്ടി സേവനം ചെയ്യുന്ന ഒരു വൈദികനാണ്. ഞാൻ ആദ്യമായിട്ട് ഈ ഭൂമിയിലേക്ക് കടന്നു വന്നപ്പോൾ ഞാനൊരു ഇടവകയിലായിരുന്നു. 5-6 വർഷത്തോളം അവിടെയായിരുന്ന കാലഘട്ടത്തിൽ ഒരു 2013 ഫിയാത്ത് അംഗങ്ങൾ ഈ കെനിയയിലേക്ക് കടന്നു വരികയും അവരോടൊപ്പം പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അതിലൂടെ 2013 എനിക്ക് ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ കർത്താവ് നൽകുകയുണ്ടായി. അതിൻ്റെ ഭാഗമായിട്ട് ഈശോയുടെ ഒരു ദർശനം ഈശോ തരികയും ഈശോ ഈ ഭൂമിയിലേക്ക് കൂടുതലായിട്ട് ഈശോയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുവാനായിട്ട് ഈശോ പ്രത്യേകമായിട്ട് ഇവരുടെ ഭാഷയിൽ കരിബൂനി സാന എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ എന്നെ ക്ഷണിച്ചു. പ്രത്യേകമായിട്ട് ഈശോ എന്നോട് കൽപ്പിച്ച് എന്നോട് അല്ലെങ്കിൽ തന്നിരിക്കുന്നത് ഇവിടെ ആയിരിക്കുന്ന മക്കൾ പല രീതിയിലുള്ള അന്ധകാരത്തിൽ പെട്ട മക്കളുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ആഫ്രിക്ക ഒരു പക്ഷേ പല രീതിയിലുള്ള വിച്ച് ക്രാഫ്റ്റും കൂടോത്രങ്ങളൊക്കെ ഉള്ള ഒരു നാടാണ്. പ്രത്യേകിച്ച് കൾട്ട് ആയിട്ട് കുടുംബങ്ങളായിട്ട് ഇപ്പോൾ കത്തോലിക്ക കുടുംബങ്ങളാണെങ്കിൽ പോലും ഇവർക്ക് പരമ്പരാഗതമായിട്ട് ഇങ്ങനെ അതിൻ്റെ ഒരു കൾട്ട് വർഷിപ്പിൻ്റെ ഭാഗമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബന്ധനങ്ങളിൽ കഴിയുന്നവർ, അതിൻ്റെ ഭാഗമായിട്ട് രോഗപീഠയിൽ കഴിയുന്നവർ, അതിൻ്റെ ഭാഗമായിട്ട് പലതരത്തിലുള്ള ദുരിതങ്ങളിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഇറങ്ങിച്ചെല്ലാനാണ് ഈശോ പ്രത്യേകമായിട്ട് എന്നോട് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ഈശോ പറയുകയുണ്ടായി, ഒരു വ്യക്തിയുള്ളെങ്കിലും അവിടെ പോകണം, അല്ലെങ്കിൽ ആ വ്യക്തിയെ നേടണം എന്നാണ് ഈശോ എന്നോട് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ ഒരു വലിയ ക്രൗഡ് നോക്കി പോകുന്ന ഒരു ശുശ്രൂഷയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ ചെല്ലുന്നോ അവിടെ ഈശോയുടെ പ്രവർത്തനം എനിക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ അനുഭവത്തിലേക്ക് പോകുമ്പോൾ ഈ അടുത്തായിട്ട് 2-3 മാസമായിട്ട് ഒരു കുഞ്ഞു മകളെ ഒരു അമ്മച്ചി ഇവിടെ കൊണ്ടുവന്നു. ഒരു അച്ഛൻ പറഞ്ഞു ഇവിടെ പോയി പ്രാർത്ഥിച്ചാൽ ആ കുഞ്ഞിന് സൗഖ്യം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛൻ ഡയറക്റ്റ് ചെയ്ത് ഇവിടെ വന്നതാണ്. ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിന് എന്താ അസുഖം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അച്ചോ ഞങ്ങൾക്കും അറിയില്ല, ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു, പക്ഷേ അവർ പറയുന്നു എന്തൊക്കെയോ പറയുന്നു, പക്ഷേ ഒന്നും അറിയുന്നില്ല, പക്ഷേ തലവേദനയുണ്ട്, അതുപോലെ തന്നെ പല രീതിയിലുള്ള രോഗ അസ്വസ്ഥതകൾ ഈ കൊച്ചിനുണ്ട്, ആശുപത്രിയിലൊക്കെ പോകുന്നു, പക്ഷേ ഒന്നും അതിന് വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരം കിട്ടുന്നില്ല. അങ്ങനെ ഈ മകളെ ഇവിടെ കൊണ്ടുവന്നു. സ്കൂളിൽ നിന്നെല്ലാം ലീവ് ചോദിച്ച് ഈ മകളെ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഈ കൊച്ചിന് വളരെയേറെ അസ്വസ്ഥമാവുകയും അതുപോലെ തന്നെ ശരിക്കും ഡെലിവറൻസിൻ്റെ ഭാഗം വന്ന പോലതുപോലെ തന്നെ വളരെയേറെ പൈശാചിക പീഡകൾ ഉള്ളതായിട്ട്, ഇൻഫ്ലുവൻസ് ഉള്ളതായിട്ട് ഞങ്ങൾക്ക് അത് തോന്നുകയും ഞങ്ങൾ ശക്തമായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ച് ബൈൻഡ് ചെയ്ത് ആ കൊച്ചിനെ കൂടുതൽ സൗഖ്യത്തിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് ഈ മകൾ പറയുന്നത്, കുറച്ച് നാളുകളായിട്ട് ഇതുപോലുള്ള ബാധ എന്നെ അറ്റാക്ക് ചെയ്യുന്നു. 1-2 വട്ടം ഞാൻ സൂയിസൈഡ് ആത്മഹത്യ ചെയ്യാനൊക്കെ ഞാൻ ശ്രമിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ബാധയാണ്. അങ്ങനെ ആ കൊച്ചിന് കൂടുതലായിട്ട് സൗഖ്യം കൊടുക്കുവാനായിട്ട് സാധിച്ചു. ഈശോയ്ക്ക് വേണ്ടി മക്കളെ നേടണം എന്നുള്ള വലിയ ആഗ്രഹത്തിലാണ് ഞാനിവിടെ കഴിഞ്ഞ 13 വർഷത്തോളമായിട്ട് ഞാനിവിടെ കെനിയ മിഷനിലായിത്തീരുക. ഇനിയും ഇതുപോലെ തന്നെ കർത്താവ് അനുവദിക്കുന്നിടത്തോളം കാലം കർത്താവിനോട് കൂടെ ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ കർത്താവ് അപ്പോൾ ഈ നിമിഷം ഞാനിപ്പോൾ ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്ന പ്രത്യേകിച്ച് നമുക്കറിയാം ശാലോമിലെ ഒത്തിരി പേര് ഇത് കാണുകയും അതുപോലെ തന്നെ ശാലോമിലെ വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർ ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഈ ആഫ്രിക്ക എന്ന് പറയുമ്പോൾ പൊതുവേ
ആരും എത്തിപ്പെടാത്ത സ്ഥലമാണ്. യൂറോപ്പ്, അമേരിക്ക ഒക്കെ എന്ന് പറയുമ്പോൾ പലരും ഓടിപ്പോവുകയോ അല്ലെങ്കിൽ പലരും പോകുന്നൊരു ഏരിയയാണ്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ശാലോം ഇവിടെ ആഫ്രിക്കയിൽ വന്നു, അല്ലെങ്കിൽ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്ത് വന്നതിൽ ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ശാലോം ശ്രോതാക്കളോട്, പ്രത്യേകിച്ച് ശാലോം കാണുന്നവരും ശാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും ഞങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ മിഷന് വേണ്ടി, ഞങ്ങളുടെ ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് ഞാൻ അപേക്ഷിക്കുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എപ്പോഴും ഓർക്കണമേ. സ്നേഹത്തോടെ, ജോയി അച്ഛൻ. എൻ്റെ പേര് തോമസ് ആലക്കളം, CMI സഭയിലെ വൈദികനാണ്. ഞങ്ങൾ ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ ഒത്തിരി സന്തോഷം തരുന്ന ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. ഞാനിപ്പോൾ വികാരി അച്ഛനായിട്ടും അതിന് കീഴിൽ സ്കൂളുകളുണ്ട്, പള്ളിയുടെ കീഴിൽ സ്കൂളുകളുണ്ട്. അങ്ങനെ ഒത്തിരി സന്തോഷത്തോടെ ഈ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്നു. ഞങ്ങളെ സംബന്ധിച്ച് 900ഓളം ഫാമിലി ഈ ഇടവകയിലുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 സ്കൂളുകൾ കൂടുതലായിട്ട് നമ്മുടെ ഇടവകയിലുള്ള കുട്ടികളാണ് പഠിക്കുന്നത്, പിന്നെ മറ്റു കുട്ടികളും ചേർന്ന്. ഒത്തിരിയേറെ സന്തോഷം നൽകുന്ന കാര്യം നമുക്ക് കൂടുതൽ കർത്താവിനെ കൊടുക്കാൻ പറ്റുന്നു എന്നുള്ളൊരു സന്തോഷം. അതാണ് ഒരുപക്ഷെ കഷ്ടപ്പാടുകളിലൂടെ ജീവിക്കുന്ന ഈ ജനതയ്ക്ക് എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ച് വളരെ സന്തോഷകരമാണ്. എന്നെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് സെൻറ്റ് ജോസഫ് കാത്തലിക് മിഷൻ എന്നുള്ള ഇടവകയാണ്. അതിന് കീഴിൽ സ്കൂളുകളുണ്ട്. അങ്ങനെ വളരെ ഭംഗിയായിട്ട് ഇവിടുത്തെ കാര്യങ്ങൾ നടന്നു പോകുന്നു. പിന്നെ ഇവിടുത്തെ ക്രിസ്ത്യാനികളുടെ ആ വിശ്വാസം ഒത്തിരിയേറെ റിച്ചായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. കാരണം വളരെ ലളിതമായ രീതിയിൽ അവർ കർത്താവിനെക്കുറിച്ച് ചിന്തിക്കുകയും, നമുക്കറിയാം ഇവിടുത്തെ പ്രത്യേകത, ഇവർ പാട്ടുപാടിയും ഡാൻസിലൂടെയൊക്കെ കൂടുതൽ കർത്താവിനെ പ്രകടിപ്പിക്കുന്നവരാണ്. പള്ളികളിൽ വളരെ ആഘോഷപൂർവമായ കുർബാനകൾ മുതൽ ഒരുപക്ഷെ ആഫ്രിക്കയുടെ ഒരു തനതായ ശൈലി നമുക്ക് അവിടെ കാണാൻ സാധിക്കും. നാൽപ്പത് വർഷം മുമ്പ് CMI സഭാ വൈദികർ കെനിയയിലേക്ക് കടന്നു വരുമ്പോൾ അന്നുണ്ടായിരുന്ന അവസ്ഥേനേക്കാളും ഒത്തിരിയേറെ ഭംഗിയായിട്ട് ഇന്ന് കാര്യങ്ങൾ നടന്നു പോകുന്നുണ്ട്. ക്രമേണ നമ്മുടെ ഇടപെടലുകൾ മൂലം ഒത്തിരിയേറെ പുരോഗതി ഞങ്ങൾ ആയിരിക്കുന്ന ഓരോ സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. അത് ജനങ്ങൾക്കും ഒത്തിരി സന്തോഷകരമായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടുത്തെ കുട്ടികളുടെ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുർബാനയ്ക്ക് മുൻപായിട്ട് അവർ പ്രാർത്ഥനയും പാട്ടുകളും പ്രത്യേകം പരിശീലിച്ച് കൂടുതൽ ആഴത്തിൽ സംബന്ധിക്കുന്നവരാണ്. പിന്നെ ഇവരുടെ ലൈബ്രറിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അറിയാനും ബൈബിളിനെ കുറിച്ച് ആഴമായ അറിവുള്ളവരാണ് ഇവിടുത്തെ കുട്ടികൾ. ഇവിടുത്തെ ജനങ്ങൾ, പ്രത്യേകിച്ച് പാരൻസ്, ഒരു കത്തോലിക്ക സ്കൂളിൽ അവരുടെ കുട്ടികളെ വിടുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ അവർ വരുമ്പോൾ എപ്പോഴും ചോദിക്കുന്നുണ്ട്, ഞങ്ങളുടെ മക്കളെ വിശ്വാസത്തിൽ വളർത്തുന്നുണ്ടോ, അതുപോലെ ഞങ്ങളുടെ മക്കൾക്ക് കാറ്റഗീസം പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ വിശ്വാസത്തിന് കൊടുക്കുന്ന അതേ പ്രാധാന്യം ഇവരും ഇവിടെ കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാവുക അവിടെ. ഇതുപോലെ ഇവരുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളും എടുത്തു നോക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ഇവർ പ്രാർത്ഥനയ്ക്ക് കൊടുക്കുന്ന പ്രാധാന്യം അത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായിക്കോട്ടെ അല്ലെങ്കിൽ അവരുടെ വീടുകളിലായിക്കോട്ടെ, എവിടെ പോയാലും പ്രാർത്ഥനയ്ക്ക് ഇവർ കൊടുക്കുന്ന പ്രാധാന്യം ചിലപ്പോൾ നമ്മളൊക്കെ കണ്ട് പഠിക്കേണ്ടതാണെന്ന് തോന്നിയിട്ടുണ്ട്. ഈ ഒരു വിശ്വാസ തീക്ഷ്ണത മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമ്മളിവിടെ ഇവരെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഓരോരുത്തരുടെയും വിശ്വാസം വളരുവാനായിട്ടുള്ള ഒരു അവസരമായിട്ടാണ് ഞങ്ങളിത് എടുക്കുന്നത്.